ബാംഗ്ലൂർ നിങ്ങൾ ട്രിപ്പ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ടൂ വീലർ വാടകയ്ക്ക് എവിടുന്ന് കിട്ടുമെന്ന്. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു റെൻ്റൽ ആപ്ലിക്കേഷനെ കുറിച്ചിട്ട്. അതിലൊരുപാട് പേര് കമൻറ്റ് ചെയ്തതാണ് റോയൽ ബ്രദേഴ്സിൻ്റെ വണ്ടി നല്ലതാണ്, അവരെ പൈസ റീസണബിൾ ആണ്. അപ്പോൾ ഞാൻ ഇത്തവണ ഫ്രണ്ട്സ് വന്നപ്പോൾ നമ്മൾ ഒരു ഹിമാലയൻ ഒരു 3 ഡേയ്സിന് വേണ്ടിയിട്ട് എടുത്താണ്. അപ്പോൾ ഹിമാലയൻ്റെ ചാർജ് വരുന്നത് ഏകദേശം 4000 റുപ്പീസും പ്ലസ് 350 cc മുകളിലുള്ള എല്ലാ വാഹനങ്ങൾക്കും ഒരു 40% ടാക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടി ഒരു 3 ഡേയ്സിന് ഒരു 6000 റുപ്പീസ് അബൗവിൻ്റെ മുകളിൽ എടുത്തത്. വണ്ടി നല്ല കണ്ടീഷനാണ്. ഇപ്പോൾ റോയൽ ബ്രദേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സെഗ്മെൻറ്റിലുള്ള വെഹിക്കിൾസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂട്ടിയാണ് വേണ്ടതെങ്കിൽ സ്കൂട്ടി അവൈലബിൾ ആണ്. അവരുടെ കയ്യിൽ ഹൈ എൻഡ് വെഹിക്കിൾസ് ആയിട്ടുള്ള കവാസക്കി അല്ലെങ്കിൽ ഹാർലി ഡേവിഡ്സൺ അങ്ങനെ എല്ലാ സെഗ്മെൻറ്റ് വെഹിക്കിൾസും വരെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് പിക്കപ്പ് ലൊക്കേഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ ബസ് ഇറങ്ങുന്നത് ചിലപ്പോൾ മടിവാളയിലായിരിക്കും അല്ലെങ്കിൽ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലായിരിക്കും. അപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് ഏതൊക്കെയാണോ പിക്കപ്പ് ലൊക്കേഷൻ ഉള്ളത് അവിടെ പോയിട്ട് നമുക്ക് വണ്ടി സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യാം. വണ്ടി ചൂസ് ചെയ്യുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ആദ്യം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നോക്കാം. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയാത്തൊരു കാര്യം, നിങ്ങൾ അധികം പ്രീ ബുക്ക് ചെയ്യാതിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ട്രിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ലാഗ് വരും, അല്ലെങ്കിൽ നമുക്കൊരു ദിവസം കഴിഞ്ഞിട്ട് വണ്ടി പിക്കപ്പ് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ ആ സമയത്തുള്ള ഒരു ദിവസത്തെ പൈസ വേസ്റ്റ് ആകും. ആ പൈസ അവർ ഒരിക്കലും റീഫണ്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ റോയൽ ബ്രദേഴ്സിലൂടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ബൈക്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ നോക്കുക, എന്നിട്ട് മാത്രം ബുക്ക് ചെയ്യാം. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനൊക്കെ ഈ റീൽസ് അയച്ചു കൊടുക്കുക. അത് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിന് നമ്മൾ അക്കൗണ്ടും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ബൈ.